ഭൗതിക കെട്ടുബന്ധനങ്ങൾ. എന്താണ് ഈ കെട്ടുബന്ധങ്ങൾ? നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കയ്യിലിരിപ്പുകൾ. ഇതാണ് കെട്ടുബന്ധനങ്ങൾ. എന്നിട്ട് ഈ ഊരാക്കുടുക്കിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാം? ഭഗവാനെ കുറിച്ചുള്ള അറിവിലൂടെ. ഓക്കെ, ഇനി ഭഗവാനെ കുറിച്ചുള്ള അറിവിലൂടെ നമ്മൾ ഇതിൽ നിന്നൊക്കെ ഊരി വന്നാൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കാണുമോ? ഉണ്ട്. എന്തൊക്കെയാണ്? ദൈവീക ഗുണങ്ങൾ. ഓക്കെ, അതായത് നമ്മുടെ നല്ല നല്ല ഗുണങ്ങൾ, ആത്മീയ ഗുണങ്ങളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ വരും. ഓക്കെ, നല്ല കാര്യം. ഇനി ഇതിൽ മുന്നോട്ട് പോകാൻ ആരായിരിക്കും നമ്മളെ സഹായിക്കുക? ധർമ്മം. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. നിയമം. ഈ പ്രപഞ്ചത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള നിയമവ്യവസ്ഥ അനുസരിച്ച് ജീവിക്കുക. അതാണ് നമുക്ക് വഴികാട്ടി. ഭഗവത്ഗീത. ഭഗവത്ഗീതയല്ലേ നമ്മുടെ വഴികാട്ടി. ഭഗവത്ഗീതയാണ് ഭഗവാൻ പറയുന്ന ധർമ്മം. അതായത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഭൗതിക കെട്ടുബന്ധനങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? ഭഗവാനെ കുറിച്ചുള്ള അറിവ്, ഭഗവത്ഗീത. ഓക്കെ, ഇനി ഒരു വ്യക്തി എന്തായിരിക്കും ആ വ്യക്തി കൊണ്ടുപോകുന്നത്? ഗുണങ്ങൾ മാത്രം, ദിവ്യ ഗുണങ്ങൾ. ഇനി ആ വ്യക്തിക്ക് വഴികാട്ടിയായിട്ട് ആരുണ്ട്? ധർമ്മം. എന്താണ് ധർമ്മം? ഭഗവത്ഗീത. ഇനി എന്താണ് ആ വ്യക്തിയുടെ യഥാർത്ഥ അടിസ്ഥാനം? സത്യം. അതായത് നമ്മൾ പൊതുവെ പറയത്തില്ലേ, ഇവിടെ കൂടുതൽ നീ പൊങ്ങരുത് കേട്ടോ, ഭൂമിയിൽ തന്നെ നിൽക്കും, തറയിൽ നിൽക്കാൻ പഠിക്കൂ. എൻ്റെ അർത്ഥം എന്താ? ഈ കൂടുതൽ ഇങ്ങനെ ചാടരുത് കേട്ടോ, കുറച്ച് തറയിൽ നിൽക്കാൻ പഠിക്കൂ. എന്താണ് എൻ്റെ അർത്ഥം? ഗ്രൗണ്ടഡ് ടു റിയാലിറ്റി. നമ്മൾ ആരാണ്, എന്താണ്, എവിടെയാണ് എന്ന് മറന്നു ഒന്നും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ മറന്നിട്ടാണ് നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത്. ഞാൻ ആരാണ്? ശരീരമുള്ള ആത്മാവ്. താൽക്കാലികമായിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടേണ്ട വല്ല ആവശ്യമുണ്ട്? നേരെ സത്യത്തിൽ നിന്നും വ്യതിചലിക്കാൻ. അമേസിംഗ് പോയിന്റ്സ് അല്ലേ? എത്ര പേർക്ക് ഇഷ്ടമായി? ഈ ഒരു ഒറ്റ ചോദ്യം നമ്മൾ എപ്പോഴും ഒന്ന് ചിന്തിച്ചാൽ മതി.